എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായമാണ്. 5-ാം അധ്യായം. അവർ കടലിന്റെ അക്കരെ ഗദരദേശത്തെത്തി. പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചുകൂടാഞ്ഞു. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമി ഒടിച്ചും കളഞ്ഞു. ആർക്കും അവനെ അടുക്കുവാൻ കഴിഞ്ഞില്ല. അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു. അവൻ യേശുവിനെ ദൂരത്തു നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു. അവൻ ഉറക്കെ നിലവിളിച്ചു, യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ദൈവത്താണ, എന്നെ ദണ്ഡിപ്പിക്കരുതേ എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അശുദ്ധാത്മാവേ, ഈ മനുഷ്യനെ വിട്ട് പുറത്തു പോവുക എന്ന് യേശു കൽപ്പിച്ചിരുന്നു. നിന്റെ പേരെന്ത് എന്ന് അവനോട് ചോദിച്ചതിന്, എന്റെ പേർ ലഗ്യോൻ, ഞങ്ങൾ പലരാകുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. നാട്ടിൽ നിന്ന് തങ്ങളെ അയച്ചു കളയാതിരിപ്പാൻ ഏറിയോന്ന് അപേക്ഷിച്ചു. അവിടെ മലയരികെ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. ആ പന്നികളിൽ കടക്കേണ്ടതിന് ഞങ്ങളെ അയക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു. അവൻ അനുവാദം കൊടുത്തു. അശുദ്ധാത്മാക്കൾ പുറപ്പെട്ട് പന്നികളിൽ കടന്നിട്ട് പന്നിക്കൂട്ടം കടുംതൂക്കത്തൂടെ കടലിലേക്ക് പാഞ്ഞ് വീർപ്പുമുട്ടി ചത്തു. അവ ഏകദേശം 2000 ആയിരുന്നു. പന്നികളെ മേയ്ക്കുന്നവർ ഓടിച്ചെന്ന് പട്ടണത്തിലും നാട്ടിലും അറിയിച്ചു. സംഭവിച്ചത് കാണുവാൻ പലരും പുറപ്പെട്ടു. യേശുവിന്റെ അടുക്കൽ വന്ന് ലഗ്യോനുണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു. കണ്ടവർ ഭൂതഗ്രസ്തന് സംഭവിച്ചതും പന്നികളുടെ കാര്യവും അവരോട് അറിയിച്ചു. അപ്പോൾ അവർ അവനോട് തങ്ങളുടെ അതിർ വിട്ടു പോകുവാൻ അപേക്ഷിച്ചു തുടങ്ങി. അവൻ പടക് ഏറുമ്പോൾ ഭൂതഗ്രസ്തനായിരുന്നവൻ താനും കൂടെ പോരട്ടെ എന്ന് അവനോട് അപേക്ഷിച്ചു. യേശു അവനെ അനുവദിക്കാതെ, നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തത് ഒക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്ക എന്ന് അവനോട് പറഞ്ഞു. അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും ദെക്കപ്പോലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി. എല്ലാവരും ആശ്ചര്യപ്പെടുകയും ചെയ്തു. യേശു വീണ്ടും പടകിൽ കയറി ഇക്കരെ കടന്ന് കടലിനരികെ ഇരിക്കുമ്പോൾ വലിയ പുരുഷാരം അവന്റെ അടുക്കൽ വന്നുകൂടി. പള്ളിപ്രമാണികളിൽ യായിറോസ് എന്നു പേരുള്ള ഒരുത്തൻ വന്ന് അവനെ കണ്ട് കാൽക്കൽ വീണു. എന്റെ കുഞ്ഞുമകൾ അത്യാസനത്തിലിരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവെക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു. അവൻ അവനോടുകൂടെ പോയി. വലിയ പുരുഷാരവും പിൻചെന്ന് അവനെ തിക്കിക്കൊണ്ടിരുന്നു. 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ട്, അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവന്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു, ബാധ മാറി, താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. ഉടനെ യേശു തങ്കൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞ്, എന്റെ വസ്ത്രം തൊട്ടത് ആർ എന്ന് ചോദിച്ചു. ശിഷ്യന്മാർ അവനോട്, പുരുഷാരം നിന്നെ തിരക്കുന്നത് കണ്ടിട്ടും എന്നെ തൊട്ടത് ആർ എന്ന് ചോദിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവനോ അത് ചെയ്തവളെ കാണുവാൻ ചുറ്റും നോക്കി. സ്ത്രീ തനിക്ക് സംഭവിച്ചത് അറിഞ്ഞിട്ട് ഭയപ്പെട്ടും വിറച്ചും കൊണ്ടുവന്ന് അവന്റെ മുമ്പിൽ വീണ് വസ്തുത ഒക്കെയും അവനോട് പറഞ്ഞു. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു. നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ നീ അസഹ്യപ്പെടുത്തുന്നത് എന്തിന് എന്ന് പറഞ്ഞു. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. പത്രോസും യാക്കോബും യാക്കോബിന്റെ സഹോദരനായ യോഹന്നാനുമല്ലാതെ മറ്റാരും തന്നോടുകൂടെ ചെല്ലുവാൻ സമ്മതിച്ചില്ല. പള്ളിപ്രമാണിയുടെ വീട്ടിൽ വന്നാറെ ആരാവാരത്തെയും വളരെ കരഞ്ഞ് വിലപിക്കുന്നവരെയും കണ്ടു. അകത്ത് കടന്ന്, നിങ്ങളുടെ ആരവാരവും കരച്ചിലും എന്തിന്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുന്നതത്രേ എന്ന് അവരോട് പറഞ്ഞു. അവരോ അവനെ പരിഹസിച്ചു. അവൻ എല്ലാവരെയും പുറത്താക്കി കുട്ടിയുടെ അപ്പനെയും അമ്മയെയും തന്നോട് കൂടെയുള്ളവരെയും കൂട്ടിക്കൊണ്ട് കുട്ടി കിടക്കുന്ന ഇടത്ത് ചെന്ന് കുട്ടിയുടെ കൈക്ക് പിടിച്ചു. ബാലെ, എഴുന്നേൽക്ക എന്ന് നിന്നോട് കൽപ്പിക്കുന്നു എന്ന അർത്ഥത്തോടെ തലീഥ കുമി എന്ന് അവളോട് പറഞ്ഞു. ബാല ഉടനെ എഴുന്നേറ്റ് നടന്നു. അവൾക്ക് 12 വയസ്സായിരുന്നു. അവർ അത്യന്തം വിസ്മയിച്ചു. ഇത് ആരും അറിയരുത് എന്ന് അവൻ അവരോട് ഏറിയൊന്ന് കൽപ്പിച്ചു. അവൾക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം എന്നും പറഞ്ഞു. ഇപ്പോൾ നാം വായിച്ചു കേട്ട മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലെ സംഭവങ്ങളിലെ ചില വിശദാംശങ്ങൾ മുഴുവൻ മത്തായി സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവയുടെ പ്രത്യേകതയും ആത്മീയ ആഴവും മനസ്സിലാക്കേണ്ടതുണ്ട്. മത്തായി സുവിശേഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഗദരദേശത്തിലെ ഭൂതബാധിതനായ വ്യക്തിയെക്കുറിച്ചുള്ള വിവരണത്തിൽ അദ്ദേഹം കല്ലറകളിൽ താമസിക്കുന്നവനായി, ചങ്ങല കൊണ്ടുപോലും ആർക്കും അടക്കുവാൻ കഴിയാത്തവനായി, രാത്രിയും പകലും കരഞ്ഞുകൊണ്ട് തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ച് മുറിപ്പെടുത്തുന്നവനായിരുന്നതായി വിവരിച്ചിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ ദൂരത്തുനിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് യേശുവിനെ നമസ്കരിച്ചുവെന്നും ആ വ്യക്തിയോട് കർത്താവ് സംസാരിക്കുന്നതും നിന്റെ പേര് എന്ത് എന്ന് ചോദിച്ചപ്പോൾ ലഗിയോൻ, കാരണം ഞങ്ങൾ അനേകരാണ് എന്നുള്ള മറുപടിയും
അശുദ്ധാത്മാക്കൾ പുറപ്പെട്ട് 2000 പന്നികളിൽ കടന്നിട്ട് കടലിലേക്ക് ചാടി മരിക്കുന്ന ഈ അത്ഭുതകരമായ സംഭവവും, അങ്ങനെ മോചനം പ്രാപിച്ച മനുഷ്യൻ യേശു കർത്താവിനൊപ്പം വരാൻ ആഗ്രഹിച്ചപ്പോൾ യേശു കർത്താവ് അദ്ദേഹത്തെ സ്വന്തം നാട്ടിൽ ദൈവം ചെയ്ത കരുണയെ പ്രസംഗിക്കാൻ അയച്ചതും ഉൾപ്പെടെയുള്ള സൂക്ഷ്മ വിശദാംശങ്ങൾ മർക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ സംഭവത്തിലൂടെ യേശു കർത്താവിന് എണ്ണത്തിലോ ശക്തിയിലോ വലുപ്പമുള്ള ഏതു ദുഷ്ടാത്മ ഉപദ്രവത്തെയും കീഴടക്കാനുള്ള പരിപൂർണ അധികാരമുണ്ടെന്നും ആരും എത്ര അഗാധമായി തകർന്നു പോയാലും നമ്മുടെ കർത്താവായ യേശുവിന് അവരുടെ ജീവിതം പുനഃസ്ഥാപിക്കാൻ കഴിയും എന്നും വ്യക്തമാക്കുന്നു. ആ മനുഷ്യൻ പൂർണ്ണമായും മോചിതനാകുന്നു. സുബോധത്തോടെ വസ്ത്രം ധരിച്ച് ഇരിക്കുന്നതായി കാണുന്നതും 2000 പന്നികളുടെ നാശവും ഒക്കെ ആത്മീയമായി ദുർബലരായ മനുഷ്യർക്ക് മനുഷ്യരാൽ രക്ഷിക്കാൻ ആവാത്ത സ്ഥാനത്ത് യേശു കർത്താവ് മാത്രമാണ് യഥാർത്ഥവും സമ്പൂർണവുമായ മോചനവും രക്ഷയും നവീകരണവും നൽകാൻ കഴിയുന്നവൻ എന്നത് ഈ സംഭവത്തിന്റെ സന്ദേശമാണ്. അതുപോലെ തന്നെ 12 വർഷം രക്തസ്രാവം കൊണ്ട് ദുരിതം അനുഭവിച്ച സ്ത്രീയുടെ കാര്യത്തിലും മർക്കോസ് സുവിശേഷകൻ നൽകുന്ന വിവരണം വളരെ വ്യക്തമാണ്. അവൾ എല്ലാ സമ്പത്തും വൈദ്യന്മാർക്ക് ചെലവഴിക്കുകയും രോഗം മോശമാവുകയും ചെയ്തു. പ്രതിസന്ധിയിലും ജനക്കൂട്ടത്തിനിടയിലൂടെയും കടന്ന് യേശുവിന്റെ വസ്ത്രം അവൾ തൊടുകയും ചെയ്യുന്നതും ആ സ്ത്രീക്ക് യേശു കർത്താവ് സകല സൗഖ്യവും നൽകുമെന്നുള്ള വിശ്വാസത്തിന്റെ ശക്തമായ തെളിവാണ് എന്ന് മനസ്സിലാക്കാം. അവൾ കർത്താവിനെ തൊട്ടപ്പോൾ തന്നെ ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു എന്നും ബാധ മാറി താൻ സൗഖ്യമായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞുവെന്നും തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് യേശു ഉള്ളിൽ അറിഞ്ഞിട്ട് തിരിഞ്ഞ് എന്നെ തൊട്ടത് ആരാണ് എന്നുള്ള ചോദ്യത്തിൽ സ്ത്രീ ഭയന്ന് വിറച്ച് യേശുവിന്റെ മുമ്പിൽ വീണ് സത്യമൊക്കെയും അവനോട് പറഞ്ഞ് നിലകൊള്ളുന്നതും എല്ലാം മർക്കോസിന്റെ സുവിശേഷം സൂക്ഷ്മമായി വിവരിച്ചിരിക്കുന്നതായി കാണാം. ഒടുവിൽ യേശു അവളോട് സ്നേഹപൂർവ്വം മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്ന് പറയുന്ന സ്നേഹസമ്പൂർണമായ ഉത്തരം ആ സ്ത്രീക്ക് മാത്രമല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ ദൈവപുത്രനും രക്ഷകനുമായി കൈക്കൊള്ളുന്ന സകല മനുഷ്യർക്കും ബാധകമാണ് എന്ന് മനസ്സിലാക്കാം. ലേവ്യ പുസ്തകം 15-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത് പോലെ ന്യായപ്രമാണ പ്രകാരം അശുദ്ധയെന്ന് വിധിച്ച സ്ഥാനത്ത് യാതൊരു കർമ്മത്താലും ശുദ്ധീകരണം ലഭിക്കാതിരുന്ന ആ സ്ത്രീക്ക് യേശുവിലുള്ള വിശ്വാസത്താൽ തന്നെ സൗഖ്യവും രക്ഷയും മാനവും ലഭിച്ചു എന്ന് ഈ സംഭവത്തിൽ വ്യക്തമാണ്. യേശു യായിറോസിനൊപ്പം അദ്ദേഹത്തിന്റെ വീട്ടിലേക്കുള്ള യാത്രാമധ്യേ ആളുകൾ വന്ന് നിന്റെ മകൾ മരിച്ചു എന്ന് പറയുന്നതും, എന്നാൽ യേശു അവനെ ആശ്വസിപ്പിച്ച് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറയുന്നതും വ്യക്തമാക്കിയിരിക്കുന്നതായി കാണാം. യായിറോസിന്റെ വീട്ടിലെത്തിയ ശേഷം യേശു ശിഷ്യന്മാരിൽ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടി ആ മരിച്ച കുട്ടിയുടെ അടുത്തേക്ക് പോയതും ആരവാരത്തെയും കരഞ്ഞു വിലപിക്കുന്ന ജനക്കൂട്ടത്തെയും ഒഴിപ്പിക്കുകയും ചെയ്ത ശേഷം യേശു കർത്താവ് കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുന്നതത്രേ എന്ന് അവരോട് പറഞ്ഞപ്പോൾ ജനം അവനെ പരിഹസിച്ചു എന്നും നാം വായിക്കുന്നു. ആ പെൺകുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ് എന്ന് കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം അവൾ യഥാർത്ഥത്തിൽ മരിച്ചിരുന്നില്ല എന്നല്ല, മരിച്ച് മരണത്തിന്റെ ശക്തിയിൽ എന്നേക്കും തുടരാൻ വേണ്ടിയല്ല ആ കുട്ടി കിടക്കുന്നത് എന്നും അവൾ ഉറക്കത്തിലുള്ള ഒരു വ്യക്തിയെ പോലെ ആയിരുന്നുവെന്നും അല്പസമയത്തിനുള്ളിൽ അതിൽ നിന്ന് എഴുന്നേൽക്കും എന്നും വ്യക്തമാക്കുകയായിരുന്നു. പിന്നെ യേശു ആ പെൺകുട്ടിയുടെ കൈക്ക് പിടിച്ച് അരാമ്യ ഭാഷയിൽ തലിത്താ കുമി, അതായത് കുഞ്ഞെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞുവെന്നും അവൾ ഉടനെ എഴുന്നേറ്റ് നടന്നുവെന്നും അവളുടെ പ്രായം 12 വയസ്സായിരുന്നുവെന്നും അവൾക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് യേശു കർത്താവ് പറഞ്ഞുവെന്നും നാം വായിക്കുന്നു. ക്രിസ്തു അവളുടെ ഉദ്ധാനം എളുപ്പത്തിൽ നിർവഹിച്ചപ്പോൾ ആ കുഞ്ഞ് സ്വാഭാവിക ഉറക്കത്തിൽ മാത്രമായിരുന്നു എന്നതുപോലെ എഴുന്നേറ്റത് കർത്താവിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന സകല വിശ്വാസിയുടെയും മരണത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചയായിരുന്നു എന്ന് മനസ്സിലാക്കാം. യഹൂദ സിനഗോഗിലെ മൂപ്പനും പ്രമാണിയുമായിരുന്ന യായിറോസിന്റെ മകളുടെ ഉയർപ്പിന്റെ ഈ സംഭവത്തിലൂടെ യേശുക്രിസ്തു മാത്രമാണ് പാപകാരണത്താൽ ഉണ്ടായ മരണത്തെയും ജയിച്ച് ജീവനെ നൽകുന്ന ദൈവീകമായ അധികാരമുള്ളവനെന്നും ജീവന്റെയും മരണത്തിന്റെയും നാഥനും എന്ന ആ വലിയ സത്യത്തെ സുവിശേഷകൻ ശക്തമായി വെളിപ്പെടുത്തുന്നു. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.